ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 2018 ആദ്യ പരാതി വരുന്നത്. 2018 വന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്ന് ആ ഇര പിന്നീട് സ്വമേധയാ പിന്മാറുന്നു പോലീസിൽ മൊഴി കൊടുക്കുന്നതിൽ നിന്നാണെന്ന് അറിഞ്ഞത്. അതായത് ഏതൊക്കെയോ രീതിയിലുള്ള സമ്മർദ്ദത്തിന് അവർ വഴിപ്പെട്ടേക്കാം, അതുകൊണ്ടായിരിക്കാം അത്തരത്തിൽ മൊഴി മാറ്റേണ്ടി വന്നതും ആ കേസിൽ നിന്ന് പിന്മാറേണ്ടി വന്നതും. തുടർന്നും ഈ പരിശീലകൻ അയാളുടെ തനത് സ്വരൂപം തന്നെ ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരുന്നു. കാരണം ആരും തന്നെ ചോദ്യം ചെയ്യാനില്ല എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ 2022 മറ്റൊരു പെൺകുട്ടി പരാതി കൊടുക്കുന്നു. തുടർന്ന് അതിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. തുടർന്നാണ് 5ഓളം പരാതികൾ വീണ്ടും വരുന്നത്. ഇയാൾ പലരോടും മോശമായി പെരുമാറിയിട്ടുണ്ട് എന്നുള്ളതും ഇതിങ്ങനെ അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതും. ഇവിടെ ആരുടെ ഭാഗത്താണ് തെറ്റ്? കൃത്യമായ ഒരു നിരീക്ഷണം നടത്താത്ത KCA ആണോ, അതോ ഈ വിദ്യാർത്ഥികൾ KCA വഴി സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ സ്പോർട്സ് മന്ത്രിയെ, കായിക മന്ത്രിയെ അറിയിക്കാത്തതാണോ? ഇതിൽ ആരുടെ തെറ്റായി നമുക്കിതിനെ കാണാം? ആദ്യമായിട്ട് ജനൻ TV ഈ കൊടും കുറ്റകൃത്യത്തിന് ഒരു ചർച്ചയ്ക്ക് വേണ്ടി തയ്യാറായതിന് ഞാൻ ആദ്യം അഭിനന്ദിക്കുകയാണ്. ബ്രിജ്ഭൂഷൺ എന്ന വ്യക്തി ഡൽഹിയിൽ റെസ്ലിംഗ് ഫെഡറേഷനിലോട് കാണിച്ച അതിക്രമണത്തെ കുറിച്ച് 1.5 വർഷമായിട്ട് അവരുടെ ഭാഗത്തു നിന്നും മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിനെപ്പോലെ ലജ്ജിക്കുന്ന ഒരു കേരള ബ്രിജ്ഭൂഷണാണ് ഈ കോച്ച് എന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാം. നോക്കൂ, ഇവിടെ KCA എന്ന് പറയുന്ന ഈ സംഘടന, കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ, അവർക്ക് ഉത്തരവാദിത്തം BCCAയോട് മാത്രമാണ്. ഇതിന്റെ കേന്ദ്ര സംഘടനയോട് മാത്രം. അവർക്ക് വേറെ യാതൊരു ഉത്തരവാദിത്തമില്ല. കേന്ദ്ര സർക്കാരിനോട്, സംസ്ഥാന സർക്കാരിനോടോ മറ്റൊന്നിനോടോ ഒരു ഉത്തരവാദിത്വമില്ല. ഞാൻ ചോദിക്കുന്ന 2 കാര്യങ്ങൾ. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇയാളെ കുറിച്ച് 2018 ഈ KCAക്ക് കുട്ടികൾ, കൊച്ചു പെൺകുട്ടികൾ, വലിയ മോഹങ്ങളുമായിട്ട് മാതാപിതാക്കൾ അക്കാഡമിയിൽ ചേർത്ത് രാജ്യത്തിന്റെ ഭാവിയിലെ വലിയ കായിക സമ്പത്തായിട്ട് വളരേണ്ട നമ്മുടെ കൊച്ചു പെൺകുട്ടികളെ, ഈ കുട്ടികളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ ഈ 2018 ഇയാൾക്കെതിരെ പരാതി കൊടുത്തിട്ട് ആ പരാതിക്കെതിരെ ഒരൊറ്റ ചലനം പോലും KCA കാണിച്ചില്ലെന്ന് മാത്രമല്ല, പരാതികൾ വീണ്ടും മാതാപിതാക്കളും കുട്ടികളും പരാതികളുടെ ഒരു പരമ്പര തന്നെ KCA കൊടുത്തപ്പോൾ ഈ വർഷം ഏപ്രിൽ 16-ാം തീയതി ഇയാൾക്ക് രാജിവെക്കേണ്ട വന്നു. പക്ഷേ നമ്മളെ ഭയപ്പെടുത്തുന്ന അതല്ല. എന്നിട്ടും ഇയാളെ പിങ്ക് ടൂർണമെന്റിൽ കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്തു എന്നുള്ളതാണ് ഈ KCA ചെയ്ത കടുത്ത ക്രിമിനൽ കുറ്റം. ഒരു തർക്കമല്ല കാര്യത്തിൽ. നോക്കൂ, രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്തുകൊണ്ടാണ് ഇവിടെ ഞാൻ അന്വേഷിച്ചിരുന്നു. പോലീസിലൊന്നും ഒരു പരാതി കൊടുത്തിട്ടില്ല. നമ്മുടെ സ്പോർട്സ് മന്ത്രിക്കും കൊടുത്തിട്ടില്ല. ഞാൻ അവരെ പരാതിയും പറയത്തില്ല. കാരണം ആ പാവങ്ങൾക്ക്, ആ കുട്ടികൾക്കും ആ മാതാപിതാക്കൾക്കും അതിന്റെ സംഘടനയ്ക്ക് തന്നെയാ പരാതി കൊടുക്കണ്ടേ. ആദ്യത്തെ നടപടി സ്വീകരിക്കേണ്ട അവരാണ്. ഞാൻ പറയാൻ ഇതിപ്പോ നമ്മുടെ റെസ്ലിംഗ് അസോസിയേഷൻ ദേശീയത്തിനെ കുറിച്ച് ആലോചിക്കുക. ദേശീയ റെസ്ലിംഗ് അസോസിയേഷന് പരാതി കൊടുത്തതിന് ശേഷം അവർ പല രീതിയിലുള്ള സമര പ്രവർത്തനം എടുത്തതിന് ശേഷമാണ് സുപ്രീം കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഒന്ന് ആലോചിക്കുക. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്ന് പറഞ്ഞ പ്രസ്ഥാനം കരിപുരണ്ട ഇന്നലകളുണ്ട് ആ സ്ഥാപനത്തിന്. ഞാൻ ഒരു ഉദാഹരണം പറയാം, ഇത് കേൾക്കാൻ ശ്രമിച്ച സമയം തരണം. ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ രാജ്യത്തിന് അഭിമാനമായ വേൾഡ് കപ്പ് കയ്യിൽ ഉയർത്തിക്കൊണ്ട് രാജ്യത്തിന്റെ 15 പ്ലേയേഴ്സിന്, 11 പേരാണ് കളക്കത്തിൽ, 15 പ്ലേയേഴ്സിനൊപ്പം ഈ രാജ്യത്തിന് രോമാഞ്ചമായ നമ്മുടെ സഞ്ജു സാംസന്റെ ഭാവി തകർക്കാൻ ഇവർ തീരുമാനമെടുത്ത, ഞാൻ ഇടപെട്ട വിഷയം പറയുന്നത്, അന്ന് ഷോക്കോ നോട്ടീസ് കൊടുത്തു. അന്നത്തെ സംസ്ഥാന ക്രിക്കറ്റ് അസോസിയേഷന്റെ അധീപൻ, ഒരു ഏകാധിപതിയെ പോലെ ഇരുന്ന ആ മനുഷ്യ പേര് ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അയാളെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുറത്താക്കാനുള്ള ഷോക്കോ നോട്ടീസ് കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ പുറത്താക്കുക. ആയുഷ്കാല വിലക്കാണെന്ന് ആലോചിക്കണം. ആയുഷ്കാല വിലക്ക്. അന്നൊരു ചാനലിൽ ഇത് ഡിബേറ്റ് എടുത്തു, ഉത്തരവാദിത്തമുള്ള ചാനലിൽ ഡിബേറ്റ് എടുത്തു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടണമെന്ന് പറഞ്ഞു. ശക്തമായ രീതി പ്രതികരിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടു. നേരിട്ട് വിളിച്ചു പറഞ്ഞു അത് പിൻവലിക്കണം എന്ന് പറഞ്ഞു. പിൻവലിച്ചു. ഇല്ലായിരുന്നുവെങ്കിൽ രാജ്യത്തിന്റെ അഭിമാനപുത്രനായ സഞ്ജു സാംസൺ ഇന്ന് ക്രിക്കറ്റ് ഉണ്ടാകത്തില്ല. നിങ്ങൾക്കറിയാമോ? അതാണ് ഈ KCA എന്ന് പറയുന്ന ഈ ദുരൂഹ പ്രസ്ഥാനത്തിന്റെ ഇന്നലകളെ വസ്തുതകൾ. ഇത് ഡോക്യുമെന്റ് ആണ്, നിങ്ങളാണ് അന്വേഷിച്ച് നോക്കിയോളൂ. അപ്പൊ KCAയിലെ അവിടെ കോച്ചിങ് ക്യാമ്പിലേക്ക് പോകുന്ന കുട്ടികളെ സ്വന്തം മക്കളെ അവരുടെ ഭാവി സുരക്ഷിതമാക്കാൻ ഉത്തരവാദിത്തമുള്ള കോച്ചും സംഘടനയും ആ കുഞ്ഞുങ്ങളെ വർഷങ്ങളോടെ പീഡിപ്പിക്കുക തന്നെയല്ല. ഇവൻ ചെയ്ത് വേറെ എന്താ പറയാം, ഇവൻ തെങ്കാശി കൊണ്ടുപോയി ഈ കുട്ടികളെ പീഡിപ്പിച്ചു. നഗ്ന ചിത്രങ്ങൾ എടുത്തു. പാവപ്പെട്ട കൊച്ചു കുട്ടികൾ. നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മളിപ്പോ വിമർശിക്കുമ്പോൾ അവർ പിള്ളേരെ വിമർശിക്കരുത്. കൊച്ചു പെൺകുട്ടികളെ സംബന്ധിച്ചോളം അവർക്ക് മറുപടി പറയാൻ പോലും പറ്റാത്ത പ്രായമാ. നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ ഈ അടുത്ത കാലത്ത് ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. ഈ മാധ്യമങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്ന ധൈര്യത്തിന്റെ പേരിൽ ഇപ്പൊ ആ പിതാവിന്റെ മറുപടി കേട്ടപ്പോ എന്റെ കണ്ണ് നിറഞ്ഞുപോയി. കാരണം നമ്മുടെ കുട്ടികളോട് ഒരു രാജ്യത്തെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരു സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ ചെയ്ത് കൊടുത്തിട്ട് ഇവരെന്തിനായിരിച്ചാലും ഇതിന് മറുപടിയില്ല.
ഇയാളെ പോസ്കോ കേസിൽ അകത്തിട്ടിരിക്കുകയാണ് ഇപ്പോൾ. എന്നിട്ടും ഈ കേസിയെ വാ തുറക്കുന്നില്ല. ഇവർ ഉത്തരവാദിത്തോട് പറയണം. കേരളം ഇന്ന് വരെ കേട്ടിട്ടുള്ള ഏറ്റവും കൊടും കുറ്റകൃത്യമാണ് വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അധമനെതിരെ അനുകൂലമായിട്ട് ഇവരെടുത്തോണ്ടിരിക്കുന്നത്. ഒരു തർക്കവുമില്ല. നമ്മുടെ രാജ്യത്തെ കുട്ടികളെ ഇനി ഇതുപോലുള്ള പ്രാക്ടീസിന് വിടാൻ പഠിക്കുകയല്ലേ നമ്മുടെ കുട്ടികൾ. സുരക്ഷിതാ ബോധം 100% കിട്ടേണ്ട ഒരു സ്ഥാപനത്തിൽ നിന്നും അതിന്റെ കോച്ച് നിരന്തരമായി പീഡിപ്പിച്ചിട്ടും 100 കണക്കിന് പരാതി കൊടുത്തിട്ടും അയാള് രാജിവെച്ചിട്ടും അയാളെ വീണ്ടും പിങ്ക് ടൂർണമെന്റിലേക്ക് അപ്പോയിന്റ് ചെയ്ത ഈ കേസിയെ ചെയ്തത് കൊടും കുറ്റകൃത്യമാണ്. കേരളത്തിന്റെ സമൂഹം അല്ല, ഇതൊക്കെ ഞാൻ പൂർത്തിയുടെ ഇതിനെ ഒരിക്കലും വെള്ളപൂശാൻ പറ്റുന്നില്ല. കാരണം കേരളീയ പൊതുസമൂഹം സാംസ്കാരികപരമായിട്ടും ഉത്തരവാദിത്വ ബോധത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഉയരത്തിൽ നിൽക്കുന്ന ഈ സമൂഹത്തിനെ ഈ രീതിയിൽ അതിക്രമിച്ച ഒരു അധമനെ ഇവരെ ജീവിതത്തിൽ ജയിലിൽ നിന്ന് പുറത്തുവിടരുത്. ഒരു തർക്കമില്ലാത്ത ഇതിനകത്ത് ഒരു രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. ഒറ്റ കാര്യത്തോടെ ഞാൻ പറയാം, ഒറ്റ കാര്യത്തോടെ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ അതുകൊണ്ടാണ് ആദ്യം അപ്രീഷിയേറ്റ് ചെയ്തത്. എന്തുകൊണ്ട് കേരളത്തിൽ നിന്നും സകല പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെയും സകല പിന്തുണയുള്ളതുകൊണ്ട് മാത്രമാണ് ഈ സഞ്ജു സാംസനെ പലതവണ പുറത്തിരുത്തിയിട്ടും ലോകം അറിയപ്പെടുന്ന ഒരു ഓൾറൗണ്ടറാണ്. ബാറ്റിങ്ങിലും കീപ്പിങ്ങിലും അയാളെ BCCI ആയിട്ട് നിർമ്മിച്ചു. എത്ര പ്രാവശ്യം അയാളെ തട്ടുകളിച്ചു. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് കേരളത്തിൽ നിന്ന് ക്രിക്കറ്റ് പ്രതിഭകൾ ദേശീയ തലത്തിലേക്ക് വരാത്ത? എന്തുകൊണ്ടാ? ഇവരുടെ കയ്യിലിരിപ്പുണ്ടാ. ഇവര് രഞ്ജി ട്രോഫി കളിക്കുന്നവരോടും ഈ ദേശീയ തലത്തിൽ കളിക്കുന്നവരോടെല്ലാം ഇവർ പങ്ക് ചോദിക്കും. അതിലേക്ക് തെളിവുകൾ അന്ന് ഞങ്ങൾ പുറത്തുവിട്ടതാ മാധ്യമം. ആ ഷെയർ കൊടുത്തില്ലെങ്കിൽ ഇവരെയൊക്കെ രാജാവിനെ പോലെ പൂജിച്ചില്ലെങ്കിൽ ഇവന്മാർ ആ താരങ്ങളുടെ ഭാവി മുടക്കും. എങ്ങനെ ഈ നമ്മുടെ കുട്ടികൾ ദേശീയ തലത്തിൽ ക്രിക്കറ്റ് പോരുതേ എന്ന് റിസർച്ച് നടത്തുന്നവരാണ് ഇവര്. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലെയും അസോസിയേഷനിൽ നിങ്ങൾ ആലോചിക്കേ, അവരുടെ അസോസിയേഷനിൽ കഴിവ് തെളിയിച്ച അവരുടെ താരങ്ങളെ ദേശീയ തലത്തിലേക്ക് ഉയർത്താൻ അവര് പാടുപെട്ടോണ്ടിരിക്കുക. കഠിന ശ്രമം നടത്തിക്കൊണ്ടാണ് ഈ ക്രിമിനൽ കൂട്ടം. ഞാൻ ആ സംഘടനയുടെ എല്ലാവരെയും ഒന്നും കുറ്റവാളികളാക്കുന്നില്ല, അതറിയാത്ത ഒത്തിരി പേര് കാണും. ഈ അഡ്ജസ്റ്റ്മെന്റ് ഇവൻ പൈസ പിരിക്കുന്നുണ്ടെന്ന് അറിഞ്ഞു. ഈ മനു എന്ന് പറഞ്ഞ കോച്ച് ഈ കുട്ടികളോടും മാതാപിതാക്കളോടും മറ്റു പലരോടും ഭയങ്കരമായ രീതിയിലും പണപ്പിരിവും നടത്തുന്നുണ്ട്. ഈ പൈസയുടെ വീതം എങ്ങോട്ടാ പോണേ? സർക്കാർ ഇത് അന്വേഷിക്കണം, പോലീസ് അന്വേഷിക്കണം. ഇത് വെറുതെ വിടത്തില്ല. കാരണം ഉത്തരവാദിത്തമുണ്ട്, സർക്കാരുണ്ട്, സ്പോർട്സ് മന്ത്രി, നമ്മൾക്കൊരു സ്പോർട്സ് മന്ത്രി ഉണ്ട്. ആ നമ്മൾ എന്ത് പറഞ്ഞാൽ ആര് ഭരിച്ചാലും സ്പോർട്സിനെ വലിയ രീതിയിൽ പിന്തുണ കൊടുക്കുന്നവരാണ് നമ്മുടെ സർക്കാരുകളും നമ്മുടെ മാധ്യമങ്ങളും. അത് കേരളം വേറിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനം. അതുകൊണ്ടാണല്ലോ PT ഉഷയൊക്കെ ഈ ഉത്തരേന്ത്യ ലോബിയുടെ ഈ താണ്ഡവത്തിനൊക്കെ മറികടന്ന് ലോക പ്രശസ്തിയായത്. ഒളിമ്പിക്സിൽ 100 സെക്കൻഡിന്റെ ഒരു അംശം കൊണ്ട് നഷ്ടപ്പെട്ടത്. അവർക്കൊരു കോച്ച് ഉണ്ടായിരുന്നു, അവർക്കൊരു കോച്ചുണ്ട്, ON നമ്പ്യാർ സാറ്. ഇവര് കേൾക്കണ ഇത് ആ സ്വന്തം മകളെ പോലെ അദ്ദേഹത്തിന്റെ ജീവിതം ഉഷയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് ആ വീട്ടിൽ താമസിപ്പിച്ച് ഉഷയെ ഗ്രൂം ചെയ്ത് മോൾഡ് ചെയ്ത് ലോകത്തിൽ ഇന്ത്യയുടെ അഭിമാനമായിട്ട് ഉഷ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അന്ന് കത്തവരുടെ വീട്ടിലെത്തും. PT ഉഷ വളർത്തിയ ഇത് അവർക്ക് സ്വന്തം അച്ഛനെ പോലെയായിരുന്നു. ഇന്ന് ON നമ്പ്യാർ സാറുടെ പേര് കേൾക്കുമ്പോൾ PT ഉഷയ്ക്കൊപ്പം നമ്മൾ ആദരിക്കും. കാരണം അങ്ങനെ പാരമ്പര്യമുള്ള നാടാണ് ഈ കേരളം എന്ന് പറയുന്നത്. അതുപോലെ കോച്ച് കുട്ടി, MD വർഷമയുടെ കോച്ചായിരുന്നു കുട്ടി സാറ്. ഇവരൊക്കെ തങ്ങളുടെ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ പരിപാലിച്ചപ്പോഴാണ് ഇവിടെ ഒരു കൊടും ക്രിമിനൽ ഈ കൊച്ചു കുട്ടികളെ നാട് നീളം നടന്ന് പീഡിപ്പിച്ചിട്ടും അത് അറിഞ്ഞിട്ട് പരാതി കിട്ടിട്ടും പുല്ല് വില കൊടുക്കാതെ ഇവരെ വീണ്ടും ഇതിനകത്ത് അപ്പോയിന്റ് ചെയ്ത് ഇവന്റെ ഞാൻ സംശയിക്കുന്നത് ഇവരെ ഷെയർ പങ്കെടുക്കുന്നുണ്ടൊക്കെ സംശയമുണ്ട്. നിലപാട് കൂടി നമുക്ക് തേടേണ്ടതുണ്ട്.